മലപ്പുറത്ത് 16-കാരനായ ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ മൃതദേഹം തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പുള്ളിപ്പാടം റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. കൊല്ലപ്പെട്ടത് 14 വയസ്സുകാരിയാണ്, പ്രതിസ്ഥാനത്തുള്ളത് 16 വയസ്സുകാരനാണ്. അപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് നൽകുന്നത്? ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെയുണ്ട്, പ്രതിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഈ കേസിൽ നിർണായകമാവുകയാണല്ലോ. അപ്പോൾ ഒരു ബലാത്സംഗം എന്നുള്ള രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഈ 14-കാരിയെ താൻ ബലാത്സംഗം ചെയ്തു, അതിനുശേഷം കൊലപ്പെടുത്തി എന്ന് പ്രാഥമികമായി തന്നെ ഈ 16-കാരനായ പ്രതി പോലീസിന് മൊഴി നൽകിയതാണ്. കഴിഞ്ഞ ദിവസം തന്നെ 16-കാരനെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് തവനൂരിലെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ആ പ്രതിയെ 16-കാരനെ ഹാജരാക്കുകയും ചെയ്യും. ഈ പെൺകുട്ടിയുടെ 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇന്ന് നടക്കേണ്ടത്. ഒരു 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് ഈ പെൺകുട്ടിയുടെ മൃതദേഹം വിട്ടു നൽകുക എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുള്ളിപ്പാടത്തെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന് പറയുന്നു. അത് പക്ഷേ ആ സമയത്ത് ഏകദേശം ഒരു മണിക്കൂറുകളോളം ആ മൃതദേഹം അവിടെ കിടന്നിട്ടുണ്ട്. ആ പ്രദേശവാസികളുടെയൊന്നും ശ്രദ്ധയിൽ ഒരു പക്ഷേ ഈ മൃതദേഹം ഇങ്ങനെ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. എല്ലാം കാണിച്ചു കൊടുക്കുന്നത് താനാണ് കുറ്റം ചെയ്തത് എന്നൊക്കെ സമ്മതിക്കുന്നത് ഈ 16-കാരൻ തന്നെയാണ് പോലീസിന് മുൻപിൽ സമ്മതിക്കുന്നത്. അതിനുശേഷം, അതായത് ഇതിലിപ്പോൾ സംശയമായിട്ട് നിലനിൽക്കുന്നത് ആരുടെയെങ്കിലും സഹായം ഈ 16-കാരന് ലഭിച്ചിട്ടുണ്ടോ, താൻ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടത്തിയിരുന്ന കാര്യത്തിലാണ് പോലീസിന് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്. എന്നാൽ പ്രാഥമികമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്ന് ഈ 16-കാരൻ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്നുള്ളതാണ് കാര്യം. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരും ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളാണിവർ. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി സുഹൃത്തിനൊപ്പം സ്കൂളിലേക്ക് പോയ ഈ പെൺകുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല. വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്താതായതോടെ വീട്ടുകാർ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു 6 മണി 6:30 സമയത്ത്, ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 സമയത്താണ് വീട്ടിലേക്ക് മറ്റൊരു മൊബൈൽ നമ്പറിൽ നിന്ന് വിളിക്കുകയും താൻ ഉടനെ വീട്ടിലെത്തുമെന്നൊക്കെ ഈ പെൺകുട്ടി അറിയിക്കുന്നത്. പക്ഷേ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കാര്യം. എന്നാൽ കൂടുതൽ ഈ അധ്യാപകരടക്കം അന്വേഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ ഈ ആൺസുഹൃത്തുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് മറ്റു കുട്ടികൾക്കൊക്കെ, ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെ ഈ മറ്റു ആൺസുഹൃത്തും ആ സ്കൂളിൽ എത്തിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ ആൺസുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കൂടെ അന്വേഷണം പോകുന്നത്. അങ്ങനെ ആ ആൺസുഹൃത്തും വീട്ടിലില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് പോലീസിന് നൽകിയ പ്രാഥമികമായ മൊഴി അനുസരിച്ച് 2 പേരും റെയിൽവേ ട്രാക്കിന് സമീപത്തെത്തുകയും റെയിൽവേ ട്രാക്കിലൂടെ കുറച്ച് സമയം 2 പേരും നടന്ന് നീങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബലാത്സംഗം ചെയ്തു. ബലാത്സംഗ വിവരം താൻ വീട്ടിൽ പറയുമെന്ന് ഈ പെൺകുട്ടി ഈ ആൺകുട്ടിയോട്, 16-കാരനോട് പറയുകയും ചെയ്തിരുന്നു. അതിൽ വന്ന ദേഷ്യം വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടുകൂടിയാണ് ഈ 16-കാരൻ കഴുത്ത് ജരിച്ച് അതിക്രൂരമായി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 14 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്, 16 വയസ്സുകാരനാണ് പ്രതിയായിട്ട് നിൽക്കുന്നത്. ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് ഇപ്പോൾ പ്രതി സമ്മതിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പോവുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകുന്നതായിരിക്കും.